ഭയങ്കര ക്ഷീണമാണ്. എത്ര എന്തൊക്കെ റെസ്റ്റ് എടുത്താലും ഭയങ്കര ക്ഷീണമാണ് എന്നൊരു സംഭവം കേൾക്കുന്നുണ്ട്. പണ്ട് ഞങ്ങളുടെ കാലത്ത് ഉറക്കമില്ലായ്മയെ ആകെ വിളിച്ചുകൊണ്ടിരുന്ന ഇൻസോംനിയ എന്ന് മാത്രമാണ്. എല്ലാം നമ്മളിങ്ങനെ സോംബി ബോഡി ഇങ്ങനെ നടക്കുവാണ്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ഞെട്ടി കൊണ്ടുവരിക. ഇതൊക്കെ ഉണ്ടോ എന്ന് ആലോചിക്കുക. 9 മണിക്ക് ബെഡേ വരുന്ന ആൾ ചിലപ്പോൾ ഉറങ്ങുന്നത് 12 മണിക്കായിരിക്കാം. ഇത്രയും മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്തു? റീല് കണ്ടു. ജോലിയോട് ബന്ധപ്പെട്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ റെഡി, സ്റ്റഡി, ആക്റ്റീവ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു മൂടിപ്പോവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സ്വയം ഒരു അകലം സൂക്ഷിക്കും. എനിക്കിട്ട് അങ്ങനെ ഉണ്ടാക്കണ്ട, എനിക്കിട്ട് പണിയാൻ പറ്റുന്നതിനെ ഞാൻ ജസ്റ്റ് ഒരു അകലത്തിൽ മാറ്റി നിർത്താൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. എന്തുകൊണ്ട് എക്സസൈസ് ചെയ്യണം, എങ്ങനെ വേണം എക്സസൈസ് ചെയ്യാൻ, ബേൺ ഔട്ട് കുറയ്ക്കാം, അത്രേ പറയുന്നുള്ളൂ. നിങ്ങളെന്നാ അമേരിക്കൻ പ്രസിഡന്റ് ബോഡി ഗാർഡോ അതോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എല്ലാവരും ഫേസ് ചെയ്യുന്നത്, മിക്കവാറും എല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്ന UK വർക്ക് ചെയ്യുന്ന മിക്കവാറും പേര് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നങ്ങളൊന്നാണ്. പ്രത്യേകിച്ചും ഹെൽത്ത് ഫീൽഡിലുള്ള ആൾക്കാർ. ഹെൽത്ത് ഫീൽഡ് മാത്രമല്ല, ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇവിടെ ഒരു കുടുംബമൊക്കെ ആയി, പിള്ളേരൊക്കെ ആയി, പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമാണ്. എത്ര എന്തൊക്കെ റെസ്റ്റ് എടുത്താലും ഭയങ്കര ക്ഷീണമാണ് എന്നൊരു സംഭവം കേൾക്കുന്നുണ്ട്. ഉറങ്ങുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളെപ്പോലെ ഹെൽത്ത് ഫീൽഡ് പോലെ നൈറ്റ് ഷിഫ്റ്റ് ഒന്നും പോകുന്നില്ല. IT കാരുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഒത്തിരി ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട് ചുറ്റുമുണ്ട്. ലോജിസ്റ്റിക്സ് അകത്ത്, അഡ്മിനിസ്ട്രേഷനകത്ത്, ഒത്തിരിയാണ് ഫീൽഡിനകത്ത്. എല്ലായിടത്തും പൊതുവായിട്ട് കേൾക്കുന്ന പ്രശ്നങ്ങളൊന്നാണ് എന്തോ ഭയങ്കര ക്ഷീണം. അപ്പോൾ ആൾക്കാർ ഇതിന് പല പല സൊല്യൂഷൻസ് കണ്ടുപിടിക്കും. വൈറ്റമിൻ ഡിയുടെ കുറവാണ്, നമുക്ക് മിനറൽസും മറ്റുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല, വെയിലടിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ പല പല പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ വേണ്ടത്ര ഉറങ്ങിയിട്ട് ഉറക്കം പ്രോപ്പർ ആകാത്തത്, അല്ലെങ്കിൽ ക്ഷീണം മാറാത്തത് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാണ്. കാരണം ഇത് ഞങ്ങൾ ഫേസ് ചെയ്ത അവസ്ഥ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്നും, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിന് കുറച്ച് പുതിയ ടേംസും പഠനങ്ങളും ഒക്കെ വന്നു. പണ്ട് ഞങ്ങളുടെ കാലത്ത് ഉറക്കമില്ലായ്മയെ ആകെ വിളിച്ചുകൊണ്ടിരുന്ന ഇൻസോംനിയ എന്ന് മാത്രമാണ്. വേറെ അതിന് പ്രത്യേകിച്ച് പേരുകളൊന്നുമില്ല. ഉറക്കമില്ലായ്മ, അത് നമ്മളവിടെ ചെന്ന് ഡോക്ടറെ എടുത്താലും GP എടുത്താലും വേറെ അടുത്ത് കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും വലിയ എക്സ്ട്രീം കേസിനകത്തൊക്കെ സ്ലീപ്പ് തെറാപ്പിക്കും സ്ലീപ്പ് ക്ലിനിക്കിലും ഒക്കെ വിടും. അതല്ലാതെ നോർമൽ കേസുകൾക്കകത്തല്ല അവർ നമുക്ക് ഇപ്പം മഗ്നീഷ്യം പോലത്തെ അല്ലെങ്കിൽ മെലറ്റോണിൻ പോലത്തെ മരുന്നുകൾ തരും. ഇനി അതല്ലെങ്കിൽ കുറേ ഡയറ്റ് കൺട്രോൾ, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഷെഡ്യൂൾ വീണ്ടും റീമാനേജ് ചെയ്യുന്നത്, റീഷെഡ്യൂൾ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. ഹെൽത്ത് ഫീൽഡിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് നൈറ്റ് ഷിഫ്റ്റുകൾ ചെയ്യേണ്ടി വരുന്ന ഒരു ഫീൽഡാണിത്. അതുകൊണ്ടാണ് ഹെൽത്ത് ഫീൽഡിൽ എടുത്തെടുത്ത് പറയുന്നത്. ഇനി ഇതെല്ലാം ഡെലിവറി ഓടുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ 9 to 5 ഓഫീസ് ജോബ് അല്ലാത്ത മിക്കവാറും എല്ലാ ജോബുകൾക്കകത്തും ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. നൈറ്റ് ഷിഫ്റ്റിൻ്റെ പ്രശ്നമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവർക്കൊക്കെയും ഇത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുമുണ്ട്. ഇനി എന്താണ് ഞാൻ പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത്? അതായത് എത്ര ഉറങ്ങിയാലും, നമ്മൾ മണിക്കൂറുകൾ ഉറങ്ങി, നമ്മളൊരു പകൽ സമയത്ത് വന്ന് കിടന്നുറങ്ങി, അല്ലെങ്കിൽ നൈറ്റ് ടൈമിന് വന്ന് കിടന്നുറങ്ങി, നമ്മൾ പറയുന്ന ആ പാറ്റേൺ, അതായത് നോർമലി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന 5 മണിക്കൂറിലെ 8 മണിക്കൂറിൻ്റെ ഉറക്കം നമ്മൾ ഉറങ്ങുന്നുണ്ട്. ആ ഉറക്കമുണ്ട്. എന്നിട്ടും പിറ്റേ ദിവസം അല്ലെ അതിനടുത്ത മുമ്പോട്ടുള്ള സമയങ്ങൾക്കകത്ത് ഭയങ്കര തളർച്ചയാണ്. എത്ര ഉറങ്ങിയാലും ഉറക്കം തികയുന്നില്ലാത്ത പോലത്തെ ഫീൽ. അത് നമ്മൾ പലതിനെ ബ്ലെയിം ചെയ്യുന്നു. പാർട്ണറെ ബ്ലെയിം ചെയ്യുന്നു, പിള്ളേരെ നോക്കുന്ന കേസിട്ട് ബ്ലെയിം ചെയ്യുന്നു, മറ്റുള്ള കാര്യങ്ങൾക്കകത്തെല്ലാം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഉദ്ദേശിച്ചവരാകുന്നില്ല. പിന്നെ ഫോക്കസ് ചെയ്യാം, ജോലിക്കകത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ജോലിയിൽ ഉദ്ദേശിച്ചത് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെല്ലാം ബ്ലെയിം കിടക്കുന്നത് സത്യം പറഞ്ഞാൽ ഉള്ളിൽ തൊലിച്ച പോലെ ഇങ്ങനെ പുറകോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഫറ്റീഗാണ്. അതായത് വളരെ വളരെ അൺനാച്ചുറലായിട്ടുള്ള ഉറക്കക്ഷീണം. ഒന്നിനും അങ്ങോട്ട് നമ്മുടെ അടുത്ത റെസ്റ്റ് തികയാത്ത അവസ്ഥ. നിങ്ങളുടെ കൂടെ അല്പം ബോധമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിതിന് കാരണങ്ങൾ ചകഞ്ഞ് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ ഡയറ്റ് എങ്ങനെയാണ്, നിങ്ങളുടെ വ്യായാമം എങ്ങനെയാണ്, നിങ്ങളുടെ ശരീരം അനങ്ങുന്നുണ്ടോ ഇല്ലയോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത്തരം ഒരു പിയർ ഗ്രൂപ്പിൻ്റെ കൂടെ ആയിരിക്കണം നിങ്ങൾ. ഹെൽത്ത് ഫീൽഡിൽ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനൊരു സംഭവം ഇല്ല. സത്യം പറഞ്ഞാൽ ഇതെല്ലാം അറിയേണ്ട ആൾക്കാരാണ് ഹെൽത്ത് ഫീൽഡുകാർ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങളുടെ പുറകെ ഇങ്ങനെ ചകഞ്ഞ് കണ്ടുപിടിക്കാൻ ശ്രമിക്കാറില്ല. കാരണം നമ്മൾ കൈൻഡ് ഓഫ് സബ്മിസീവ് പീപ്പിളാണ് നമ്മൾ. അതായത് എന്തിങ്ങോട്ട് വരുന്നോ, നാളെ രാവിലെ മാനേജർ പറയുന്നു ഇങ്ങനെയാണെന്ന് പറഞ്ഞു, ആയിക്കോട്ടെ. നാളെ കഴിഞ്ഞ് രാവിലെ പറയുന്നു നിന്നെ ഇന്ന ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ആയിക്കോട്ടെ. അതല്ലാതെ എനിക്ക് വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യണം, അതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾക്കകത്ത് ഇനിയും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, ഷിഫ്റ്റ് ഞാൻ കൂടുതൽ എടുക്കത്തില്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ നോ പറയാൻ കഴിവില്ലാത്തൊരു ഗ്രൂപ്പാണ് നമ്മുടെ ഏഷ്യൻ ഗ്രൂപ്പ്. ഏഷ്യൻ വർക്ക് കൾച്ചറിൻ്റെ ഒരു കുഴപ്പമാണത്. ഇനി ജോലി കൂടുതൽ ചെയ്യുന്നത് മാത്രമാണ് പ്രശ്നം. കാരണം ഭൂരിഭാഗം പേരും കണ്ടുപിടിക്കുന്ന ന്യായം എന്ന് പറഞ്ഞാൽ നൈറ്റ് ഷിഫ്റ്റ് ചെയ്തതിൻ്റെയാണ്, അല്ലെങ്കിൽ കൂടുതൽ ഷിഫ്റ്റ് ചെയ്തതിൻ്റെയാണ്. കഴിഞ്ഞ ആഴ്ച ഭയങ്കര ക്ഷീണമായിരുന്നു, അത് ഇന്നതിൻ്റെ കൊണ്ടാണ്. ഇതൊക്കെ മാത്രമാണോ റീസൺ? ഇതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ കാലത്തും ഉറക്കക്കുറവുകളുണ്ട്, ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ട്. കുടുംബം ആദ്യമായിട്ടൊരു കുടുംബത്തിൽ, കാരണം നമുക്ക് നാട്ടിലെപ്പോഴും കൈമാറി കൊച്ചുങ്ങളെ പിടിക്കാൻ പോലും ഇവിടെ വേറെ ആരും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിള്ളേരെ വളർത്തുന്നതിൻ്റെ ആയിരിക്കാം. സ്കൂളിൽ വിട്ടിട്ട് അത് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് പോലും നമുക്ക് തിരിച്ച് നേരെ വന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. പിള്ളേരെ കൊണ്ട് സ്കൂളിൽ വിട്ട് അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് ഒരു 8 മണിക്കൂർ ഒറ്റയടിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം 3 മണിയാകുമ്പോൾ ഈ പിള്ളേരെ എടുക്കാൻ പോകണം. നമ്മുടെ
പാർട്ട്ണർ ഓൾറെഡി ജോലിയിലാണ്, അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വേറെ ആരും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് എടുത്തിത് പറയുന്നത്. എന്താണ് ഇത്തരം ക്ഷീണങ്ങൾക്കും ഉറക്കക്കുറവെന്ന് ഞാൻ പറയത്തില്ല, ഒരിക്കലും ഉറക്കക്കുറവെന്നില്ല. കാരണം ഇത് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഉറങ്ങുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ രാവിലെ 9 മണിക്ക് അല്ലെങ്കിൽ 9:30 വന്ന് കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ 3 മണി വരെ നിങ്ങൾ ഉറങ്ങുന്നുണ്ട്. ശേഷം പിള്ളേരെ കൊണ്ടത് വീണ്ടും നിങ്ങൾ അന്ന് ഷിഫ്റ്റിന് പോകുന്നതിന് മുമ്പ് വീണ്ടും 3 മണിക്കൂറോളം വീണ്ടും കിടന്ന് ഉറങ്ങുന്നുണ്ട്. സ്റ്റിൽ ഇതെന്തുകൊണ്ട് വർക്കാകുന്നില്ല? നിങ്ങളുടെ ദേഹത്ത് ഇത് അക്സെപ്റ്റ് ആകാൻ പറ്റാത്ത എന്തുകൊണ്ട്? ഇതാണ് ഈ തളർച്ചയുടെ പിന്നത്തെ കാരണമാണ് നമ്മൾ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന ഇപ്പോഴത്തെ പേരാണ് സ്ലീപ്പ് ഫ്രാഗ്മെൻറ്റേഷൻ. അതായത് മുറിഞ്ഞ് ഉറങ്ങിപ്പോകുന്ന അവസ്ഥ. ഇതിനെ രാത്രി ഉറങ്ങുന്നതിനിടെ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നത് ആകാം, അല്ലെങ്കിൽ ഉറക്കത്തിന് സ്വാഭാവികമായിട്ടുള്ളൊരു ഫ്ലോ ഉണ്ടല്ലോ, ആ ഘടനയ്ക്ക് വരുന്ന മാറ്റങ്ങളാകാം, അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടുന്ന അവസ്ഥ. എന്ത് കാരണം കൊണ്ടും ആയിക്കോട്ടെ, ഉറക്കത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇതിന് സ്ലീപ്പ് ഫ്രാഗ്മെൻറ്റേഷൻ ആണ് ഇപ്പോൾ ആൾക്കാരെല്ലാം ഇതിനെ ടേം ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലത്തെ അതായത് ഇത്തരം ഒരു വ്യക്തിക്ക് നിങ്ങൾ ഉറങ്ങുന്നത് 7-8 മണിക്കൂർ ഉറങ്ങിയെന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം കഠിനമായിട്ടുള്ള ക്ഷീണത്തിന് ഒരു ബ്രെയിൻ ഫോഗ് എന്ന് പറയും. അതായത് നമുക്ക് ചിന്താപരമായിട്ടൊരു വ്യക്തത കുറവാണ്, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം നമ്മളിങ്ങനെ സോംബി ബോഡി ഇങ്ങനെ നടക്കുവാണ്. എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ചെയ്യുന്നുണ്ട്. മെക്കാനിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം, ഇൻ്റലക്ച്വലി ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? പറ്റുന്നില്ല. നിങ്ങൾക്കൊരു കാര്യം ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുന്നില്ല. നിങ്ങൾക്കൊന്ന് എഴുതുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഇൻവോൾവ് ആയിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട ആൾക്കാരായിരിക്കാം, നിങ്ങൾ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് റിസർച്ചുകൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഇതൊന്നും നിങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല. പണ്ട് നാട്ടിൽ നിന്ന പോലെ നിങ്ങളെക്കൊണ്ട് ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങി. ഇതിനെ ബ്രെയിൻ ഫോഗ് എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ അടുത്തടുത്ത സെക്ഷൻസ് കയറി വരുന്നതാണ്. ഇങ്ങനെ അതായത് ശരീരം ഉറങ്ങുമ്പോൾ വിശ്രമത്തിലാണ് എങ്കിൽ പോലും ശരീരം ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്, ഗെറ്റിംഗ് റെഡി ഫോർ എവറിത്തിങ് എന്ന് നിൽക്കുന്ന അവസ്ഥ. ഇത് നിങ്ങളുടെ ബേൺ ഔട്ടിന് കാരണമാകുന്നു. ഇത് UK-ക്കകത്താണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നതായിട്ട് എല്ലാവരും പറഞ്ഞു വരുന്നത്. അത് യൂറോപ്യൻ കൺട്രികൾക്കകത്ത് കണ്ടുവരുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ അത് മതിയായ ഉറക്കം ലഭിച്ചു, പക്ഷെ പകൽ സമയത്ത് ഭയങ്കര ക്ഷീണം. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ നിങ്ങളൊന്ന് കേട്ട് നോക്കുക. എന്ത് വസ്തുവിനകത്തും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടാകുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എല്ലാം അറിയാം, എവിടെയാണ് ഇരിക്കുന്നത് അറിയാം, ഒരു 2 സെക്കൻഡ് കണ്ണട ചെന്നാൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അതുപോലെ ഉറക്കത്തിനിടയ്ക്ക് പെട്ടെന്ന് ഉറക്കം ഞെട്ടി ഉണരുക. കാരണമൊന്നുമില്ല, കാരണം കോളിംഗ് ബെൽ അടിച്ചിട്ടില്ല, വേറെ ഡെലിവറി വന്നിട്ടില്ല, വേറെ ആൾക്കാരായിട്ട് നിങ്ങളെ കാണാൻ വന്നിട്ടില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ഞെട്ടി ഉണരുക. ഇതൊക്കെ ഉണ്ടോ എന്ന് ആലോചിക്കുക. പിന്നെ വേറൊരു പോയിൻ്റാണ് ഇതുപോലത്തെ പെട്ടെന്ന് പ്രൊവോക്ക് ആകുക. ഇതിലും കൂടുതൽ ക്ഷമ എനിക്കില്ലായിരുന്നോ എന്ന് സ്വയം ചോദിക്കുന്ന അവസ്ഥ. ഇതിനേക്കാൾ ഇച്ചിരിയുടെ ബെറ്റർ ആയിരുന്നു ഞാൻ, ഇത്രയും പെട്ടെന്ന് ഞാൻ ദേഷ്യപ്പെടത്തില്ലായിരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളുടെയും കാര്യമാണ് ഈ പറയുന്നത്. ഇനി ഇതിന് കാരണമായിരിക്കുന്ന ഘടകങ്ങൾ, സാധാരണപതി എല്ലാവരും ഇതിന് പറയുന്ന റീസൺ എന്ന് പറയുന്നത്, ഞാൻ ലോങ് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഞാൻ 3 ദിവസത്തിന് പകരം 4-5 ദിവസം ഷിഫ്റ്റുകൾ ഡേ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ കാരണം നാട്ടിലെ പോലെ എനിക്ക് 8 മണിക്കൂറോ 9 മണിക്കൂറോ അല്ല ഡ്യൂട്ടി, 12 മണിക്കൂർ അടുപ്പിച്ച് ഡ്യൂട്ടിയാണ്. അപ്പോൾ ലോങ് അവേഴ്സ് ഒറ്റ സ്ട്രെച്ച് വർക്ക് ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ. പിന്നെ വേറെ ചിലരുടെ മെഡിക്കൽ റീസൺസ് ആണ്, അവർക്ക് കൂർക്കമ്പലി കൂടുന്നു. ഗ്രാജുവലി ഉണ്ടാകുന്ന ഒരു ചേഞ്ചുകളൊന്നാണത്. കൂർക്കമ്പലി കൂടി വരുന്നു. നിങ്ങൾ 20കളിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നമില്ലായിരുന്നു, പക്ഷേ 30കളിലേക്ക് 35 40കളിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്കും കൂർക്കമ്പലിയുടെ ലെവൽ കൂടി രാത്രി ഉറക്കം ഞെട്ടിക്കൊണ്ടേയിരിക്കാം. ഇറ്റ്സ് കോൾഡ് സ്ലീപ്പ് അപ്നിയ. അതായത് നമുക്ക് ഉറക്കത്തിന് വേണ്ടത്ര ശ്വാസം കിട്ടാതെ അനുസരിച്ച് നമ്മൾ ഞെട്ടി കൊണ്ടിരുന്ന അവസ്ഥയാണിത്. വേറെ ചിലരുടെ അവസ്ഥയാണ് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറയും. നമ്മൾ കാലിട്ടിങ്ങനെ വിറപ്പിച്ചുകൊണ്ടിരിക്കും. അത് ഡെയിലി നിങ്ങൾക്ക് ഇത് നോട്ടീസ് ചെയ്യാം, പക്ഷേ അത് ബോധപൂർവ്വമല്ലാതെ നൈറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഒരു അവയവം ശരീരം കിടന്ന് വിറച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉറക്കം ഞെട്ടിക്കൊണ്ടിരിക്കും. നമ്മളിത് അറിയുന്നില്ല. നമ്മുടെ കൂടെയുള്ള പാർട്ട്ണർ വിഷയം അറിയും, നമ്മളിത് അറിയുന്നില്ല. ഇനി വേറെ ചിലരുടെ ഇതാണ്, അത് രോഗങ്ങളുടെ ഭാഗമായിട്ട് ഇത് ഉണ്ടാകാറുണ്ട്. കാരണം ഞാനൊക്കെ ഡയബറ്റിക്കാണ്, അപ്പോൾ അങ്ങനത്തെ സീനകത്ത് ഇത് ഉണ്ടാകാറുണ്ട്. നമുക്ക് കൂടുതൽ മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി കൂടുന്നു. അപ്പോൾ ഉറക്കത്തിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എഴുന്നേറ്റിട്ട് മൂത്രം ഒഴിക്കാൻ വേണ്ടി പോകുന്നു, തിരിച്ചു വരുന്നു, കിടക്കുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉറക്കം മുറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് കാരണം എന്താണെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നിങ്ങൾക്കൊരു ഡിസീസ് കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണ്, പക്ഷേ പറയുവാണ്. വേറെണ്ണമാണ് ഉറക്കത്തിന് മുമ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രിങ്കുകൾ. ഇപ്പോൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഭയങ്കര കൂടുതലായിരിക്കുന്നു. അത് പണ്ട് നാട്ടിൽ മാട്ടാടി അടിക്കുക എന്ന് പറയുന്ന സീൻ അല്ലിത്. ഇവിടുത്തെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട്, അല്ലെങ്കിൽ നൈറ്റ് ആയിക്കോട്ടെ ഡേ ആയിക്കോട്ടെ, ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് ഒരു ഡ്രിങ്ക് കഴിക്കാതെ കിടക്കാൻ വയ്യ എന്നുള്ള സീനിലൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ ഓടുന്നത്. അതെന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല. ആൾക്കാരുടെ ടെൻഡൻസി ഇങ്ങനെയായി മാറി. ഇപ്പോൾ ഇങ്ങനെയാണ് ആൾക്കാർ ഉറക്കം ഉണ്ടാക്കുന്നൊരു വഴി. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡിയാണ്. കാരണം അവർ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് ഉറക്കം ഉണ്ടാക്കേണ്ടതാണ്. എനിവേ ഇതൊരു കാരണമാണ്, അതുകൊണ്ട് എടുത്ത് പറയുന്നേ ഉള്ളൂ. പിന്നെ ഒരു ഓർഡറില്ലാത്ത ഉറക്കം. അതായത് നിങ്ങൾ ഇപ്പം വന്ന് നിങ്ങൾ ഉറങ്ങുന്നു, അതായത് ഒരു 9:30 രാത്രി കിടക്കുന്ന മനുഷ്യൻ ഇപ്പോൾ രാവിലെ ഒരു 6 മണി വരെ കിടന്ന് ഉറങ്ങിയാലേ ഉള്ളൂ അയാളുടെ നോർമലാണ് ഉറക്കം എന്ന് പറയുന്ന പാറ്റേണിൽ വരത്തുള്ളൂ. പക്ഷേ ആ പാറ്റേൺ ഒരിക്കലും നിങ്ങൾ കീപ്പ് ചെയ്യുന്നേ ഇല്ല. പകരം 9 മണിക്കല്ല 9:30 നിങ്ങൾ ബെഡേ വരുന്നു. ശേഷം ഈ റീല് തള്ളിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ചെയ്തതാണ്, ഭൂരിഭാഗം പേര് ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യുന്നതാണ്. എന്നാൽ ഇതേ സാധനം
ഒരു 10 വർഷം മുമ്പ് ഇല്ലാഞ്ഞ അല്ലെ 5 വർഷം മുമ്പ് ഇല്ലാഞ്ഞൊരു കൾച്ചറാണ്. ഇപ്പോൾ ഇത് വളരെ നോർമലായിക്കൊണ്ടിരിക്കുന്നു. റീലാണ് എല്ലാവരുടെയും ജീവിതം. റീൽ ഇങ്ങനെ തള്ളി ഇരുന്ന് മണിക്കൂറുകൾ പോകുന്നു. സംതിങ് ലൈക്ക് ഒരു 9 മണിക്ക് ബെഡേ വരുന്ന ആൾ ചിലപ്പോൾ ഉറങ്ങുന്നത് 12 മണിക്കായിരിക്കാം. ഇത്രയും മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു റീല് കണ്ടു. എന്തിനും ഗുണമുള്ള കാര്യമാണോ? അത് ഗുണവും ദോഷമൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. നിങ്ങൾ ഇത്രയും മണിക്കൂർ നിങ്ങളുടെ ശരീരത്തെ അധ്വാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നത് പാസീവായിട്ടാണ്. നിങ്ങൾ കാണുന്ന ഒരു കാര്യത്തിനും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, നിങ്ങളതിൽ നിന്നൊന്നും പഠിക്കുന്നില്ല, നിങ്ങളതിൽ നിന്നും സേവ് ചെയ്യുന്നില്ല. പക്ഷേ പാസീവായിട്ട് ശരീരം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. പാറമടയെ പണിയുന്ന അധ്വാനം ഈ കണ്ണും കൊണ്ട് ഈ കൈയും കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മെൻ്റലി നമ്മൾ വർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ശരീരത്തിൻ്റെ എനർജി ബേൺ ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണിത്. ശാരീരിക വ്യായാമത്തിൻ്റെ അഭാവം എന്ന് പറയുന്ന സംഭവം. ഇതെന്തുകൊണ്ട് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഭൂരിഭാഗം പേരുടെയും വിചാരം നമ്മൾ ഷിഫ്റ്റിനകത്ത് കിടന്ന് ചത്ത് കിടന്ന് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി നടക്കുന്നു, അത് ചെയ്തു ഇത് ചെയ്തു, ഞാൻ ടയേർഡായിട്ടാണ് വന്നത്, ഇനി എനിക്ക് എന്തിനാണ് ഒരു വ്യായാമത്തിൻ്റെ ആവശ്യം എന്തുവാണ്. ഇത് മലയാളി കുടുംബങ്ങൾക്കിടെ, നോർത്ത് ഇന്ത്യൻസിനെ പോലും ഞാൻ പറയത്തില്ല, മലയാളി കുടുംബങ്ങൾക്കിടെ വളരെ നോർമലായിട്ട് കേൾക്കുന്ന ആർഗ്യുമെൻറ്റിലാണ് ഇത്രയും ഓട്ടം ഓടി. ഞാൻ എൻ്റെ ആപ്പിൾ വാച്ച് നോക്കിയപ്പോഴത്തേക്കും ഞാൻ നടന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 10,000-ന് മുകളിലാണ് ഒരു ദിവസം. ഇനിയും ഞാൻ വ്യായാമത്തിന് പോകണമെന്നോ, എന്തിനാണ് ഞാൻ എക്സസൈസിന് പോകുന്നത്? ഇതൊരു നോർമൽ ചോദ്യമാണ്. ദയവ് ഇത് മനസ്സിലാക്കുക. നിങ്ങൾ അവിടെ ഓടിയ ഓട്ടം നിങ്ങളുടെ കാലിന് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തലയ്ക്കകത്ത് മാത്രമായിരിക്കാം. നിങ്ങളുടെ ബോഡി എന്ന് പറഞ്ഞ വസ്തു തലയും കാലും മാത്രമല്ല, ഇനിയുണ്ട് കുറേ അവയവങ്ങളും കൂടെ. നിങ്ങൾക്ക് എടുക്കേണ്ടിയിരിക്കുന്ന വ്യായാമത്തിൻ്റെ രീതിയുണ്ട്. അത് നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നത് ആ ഫീൽഡിൽ കഴിവുള്ള, ആ ഫീൽഡിൽ അറിവുള്ള ഒരാളാണ് നിങ്ങളെ ട്രെയിൻ ചെയ്യേണ്ടത്, അല്ലേ? ഇത് പല മെത്തേഡിലുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് വേറൊരു കാരണം എൻ്റെ ജിം ട്രെയിനറുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു വീഡിയോയുടെ ചെയ്യണമെന്നുണ്ട് ഇതിനെക്കുറിച്ച്. കാരണം എന്തുകൊണ്ടാണ് വെച്ചാൽ, നമ്മുടെ നാട്ടുകാരുടെ വിചാരം, ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ വിചാരം, ജിമ്മിൽ പോകുന്നത്, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സുംബ ചെയ്യുന്നത്, എന്ത് ടൈപ്പിലുള്ള മെത്തേഡുകൾ ഇതുപോലത്തെ ഈ വേറൊരിടത്ത് പോയി നാട്ടുകാരെ കാണിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യുന്നത് നാണക്കേടാണെന്ന് ചിന്തിക്കുന്ന ഒരു കൾച്ചർ നമുക്കിടയിലുണ്ട്. എന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല. ഇവിടെ പ്രത്യേകിച്ച് ഇത് കൂടുതലാണ്. വ്യായാമം എവിടെയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവിടെ ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ 50 വയസ്സായിട്ട് ഞാനെന്ന് റെസ്റ്റ് എടുക്കുന്ന കാലത്ത് പോയി വ്യായാമം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇന്നാണ് നിങ്ങൾക്ക് എക്സസൈസ് വേണ്ടത്, നിങ്ങളുടെ ബോഡിക്ക് ഒരു മൂവ്മെൻറ്റ് വേണ്ടത് ഇന്നാണ്. ഇന്ന് ചെയ്യാതിരുന്നേച്ചും, അതായത് ഇന്നത് ചെയ്യാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഉറക്കം പോലും പ്രോപ്പർ അല്ലാതിരിക്കുന്നു, നിങ്ങളുടെ ഡയറ്റുകൾ മാനേജ് ചെയ്യാൻ വയ്യാതെ വരുന്നു. ഇതൊന്നും നിങ്ങൾ കണക്ക് കൂട്ടുന്നില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ ഈ ടൈം മൊത്തം ഇൻവെസ്റ്റ് ചെയ്യുന്ന വേറെന്തോ കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ വിചാരിക്കുന്നത്, ഒരു കാര്യത്തിന് വേണ്ടിയല്ല. നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉറക്കമില്ലായ്മ കൊണ്ടും എക്സസൈസ് ഇല്ലായ്മ കൊണ്ടും നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതുമൂലം നേടുന്ന ധനം നിങ്ങളെ റീപ്ലേസ് ചെയ്യത്തില്ല. നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി ഇല്ലാതായി പോയി കഴിഞ്ഞാൽ നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ നിങ്ങളുടെ കുടുംബത്തിനകത്തെ ഫുള്ള് ധനം എടുത്താലും കഴിയില്ല എന്നൊന്ന് മനസ്സിലാക്കുക. നിങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കേണ്ടത്. നിങ്ങളെ ഫിറ്റാക്കി നിർത്താൻ, നിങ്ങളെ ഹെൽത്തി ആക്കി നിർത്താൻ നിങ്ങളാണ് അധ്വാനിക്കേണ്ടത്. അതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളോടാണ് ഉറക്കം. അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. ബാക്കിയുള്ള ചില പോയിന്റുകളൊക്കെ ഇപ്പോൾ നമുക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കിടക്കയാണ് നമുക്കുള്ളത്. അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. കാശ് കൊടുത്താൽ മാറ്റി വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. മുറിയിലത്തെ അമിതമായിട്ടുള്ള വെളിച്ചമായിക്കോട്ടെ, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് നോയ്സ് ഭയങ്കര കൂടുതലായിക്കോട്ടെ, ഇതിനൊക്കെ നോയ്സ് ക്യാൻസലിംഗ് ബഡ്സ് നമുക്ക് ഉപയോഗിക്കാം. നല്ലൊന്നാതിൻ്റെ കർട്ടൻ ഒരു 50-60 കൊണ്ട് ഉടക്കി കർട്ടൻ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ വെട്ടത്തിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്രാവശ്യം പറയാൻ പറ്റുന്നത്, ഞാൻ ഈ സ്ലീപ്പ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന സംഭവത്തൊക്കെ ചൂട് പഠിക്കുമ്പോഴാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നത്. അത് വളരെ നോർമലായിട്ട് നമുക്കിടയിൽ നടക്കുന്നുണ്ട്, ഞങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട്. അന്ന് ഇതിന് ടേംസ് ഒന്നുമില്ല, ആൾക്കാരതിനെ കാണുന്നില്ല. അന്ന് ഞങ്ങൾക്കൊക്കെ കിട്ടിക്കൊണ്ട് ഉപദേശം, ഇത് നിൻ്റെയൊക്കെ കാര്യങ്ങളെ കാണുന്ന മനോഭാവത്തിൻ്റെ കുഴപ്പമാണ്. ഈ ഓവറായിട്ടുള്ള കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് എടുക്കാതിരിക്കുക, ഇമോഷണലി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാതിരിക്കുക. ജസ്റ്റ് ലീവ് ഇറ്റ്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടുന്ന ഉപദേശം. ഇന്ന് ഇവർ ഈ ഒരു സ്ലീപ്പ് ഫ്രാഗ്മെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ നമ്മുടെ സൈക്കോ സോഷ്യൽ നമ്മുടെ ആക്ടിവിറ്റികളെ ഇവരൊന്ന് ഗൈഡ് ചെയ്ത് കാണിച്ചിരുവാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് വർക്കിനെയും ലൈഫിനെയും നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ വയ്യാത്ത എന്തുകൊണ്ടെന്ന് ഈ സ്ലീപ്പ് ഫ്രാഗ്മെൻറ്റേഷനകത്ത് ആൾക്കാർ പഠിച്ച് പറഞ്ഞു തരുവാണ്. അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയൊരു മെത്തേഡാണ്. അതായത് ഭയങ്കര ഹൈപ്പോ എറോസൽ എന്ന് പറയും, ഹൈപ്പർ എറോസൽ. അതായത് ഭയങ്കര വൈകാരിക സമ്മർദ്ദമാണ്. നമ്മൾ ജോലിക്കകത്ത് നിൽക്കുന്നു, ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെൻഷൻ ഇങ്ങനെ കൂടി സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടോ? 12 മണിക്കൂർ കഴിയുമ്പോൾ അതൊരു 24/7 ജോബാണ്. നിങ്ങൾ ഏത് ജോബും ചെയ്തു, ഹെൽത്ത് മാത്രമാണ് 24/7. ബാക്കിയുള്ളത് 9 to 5 ഓഫീസ് കഴിയുമ്പോഴത്തെ അത് ലീവ് ചെയ്തിട്ട് വരണ്ടേ? അതിനടുത്ത ദിവസം പിറ്റേ ദിവസം രാവിലെ പോകുന്നതല്ലേ അത് ചെയ്യണ്ടേ? അല്ല അതിനടുത്ത ദിവസം നിങ്ങൾ പോകുമ്പോഴേ നിങ്ങൾ അതിനെക്കുറിച്ച് കണ്ടിന്യൂ ചെയ്യണ്ടേ? ഇതങ്ങനെ ഒരു സംഭവം ഇല്ല. മാറിയ പരിസ്ഥിതി ആയിരിക്കാൻ കാരണം, ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയായിരിക്കാൻ കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്ക് വേറൊത്തും തുരങ്കം വെച്ചിട്ടില്ല നിങ്ങൾക്ക് ഈ ജോലിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമെന്നുള്ള പേടിയായിരിക്കാൻ കാരണം. എന്തുകൊണ്ടാണെങ്കിലും ജോലിയോട് ബന്ധപ്പെട്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ റെഡി, സ്റ്റഡി, ആക്റ്റീവ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു മോടിപ്പോവാണ്. എന്തുകൊണ്ടെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ അവസ്ഥ അതാണോ എന്ന്. എത്ര പേർക്ക് ആ ജോബിൻ്റെ ഗേറ്റ് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞ് സ്വസ്ഥമായിട്ട് വളരെ കൂളായിട്ട് ജീവിക്കാനും പിള്ളേരുടെ കൂടെ എൻജോയ് ചെയ്യാനും നിങ്ങളുടെ വീടിനകത്ത് നോർമൽ ലൈഫ് ജീവിക്കാനും പറ്റുന്നുണ്ടോ? യു ആർ ലക്കി.
കാരണം ഇപ്പം വന്ന് കിടക്കുന്ന പുതിയ തലമുറയ്ക്കകത്ത് കേട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളോടാണിത്. ഇത് പണ്ടും ഞാൻ ഞങ്ങളുടെ കൂടെ ആൾക്കാർക്കകത്ത് കണ്ടിട്ടുണ്ട്. ഭയങ്കര വട്ടായി പോകുന്നളിയ ഈ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ആൾക്കാരുടെ പൊളിറ്റിക്സ് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പം അന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ഇന്റേണൽ പൊളിറ്റിക്സ് തന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇന്റേണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഇന്റേണൽ പൊളിറ്റിക്സ് അല്ല, വർക്കിനെ വർക്കായിട്ട് കണ്ട് ലീവ് ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണിത്. ഹൈപ്പർ എറോസൽ. അപ്പോൾ ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ അവസ്ഥ കാരണം നമ്മുടെ തലച്ചോറ് എപ്പോഴും ഇങ്ങനെ ജാഗ്രതയിലായിരിക്കും. ഉറക്കത്തിലും നമ്മൾ റെഡിയാണ്. ഉറക്കത്തെ നമ്മൾ രാത്രി ചിലപ്പോൾ ഇരുന്നുകൊണ്ട് മരുന്നിൻ്റെ കാര്യം പറയും, കൊടുക്കേണ്ട കാര്യങ്ങൾ പറയും, നമ്മൾ ചെയ്ത ആക്ടിവിറ്റിയുടെ ബാക്കിയുള്ള കണ്ടിന്യൂഷൻ പറയും, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ ഞെട്ടി ഉണരും. ഉറങ്ങുവാണല്ലേ, ഭാഗ്യം, വീണ്ടും നമ്മൾ കിടന്നുറങ്ങുന്നു. ഇതിനെയാണ് ഹൈപ്പർ എറോസൽ എന്ന് പറയുന്നത്. വേറൊരു സംഭവമാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കിടെ കേട്ട സംഭവമാണ് ഹൈപ്പർ സോഷ്യൽ സെൻസിറ്റിവിറ്റി. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഒത്തിരി പേർക്ക് ഇത് പറയാൻ കാണത്തില്ലായിരിക്കാം, പക്ഷേ ഇങ്ങനെ പെരുമാറുന്ന ആൾക്കാരെ നിങ്ങൾക്കറിയാം. ഞാൻ എന്താണെന്ന് ജസ്റ്റ് എന്ന് പറയാം. മറ്റുള്ളവരുടെ വികാരങ്ങളെ പെട്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് വേറൊരുത്തൻ നമ്മോട് പെരുമാറുന്നത് അവൻ ഫേക്കാണ്, ഇവൻ്റെ ചിരി, ഇവൻ്റെ പെരുമാറ്റം, ഇവൻ നമ്മോട് ഇടപെടുന്നത്, മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ ഇവർക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും. അതായത് ഇവർ ഈ നമ്മുടെ അടുത്തോട്ട് വരുന്ന ആൾക്കാരെ, കൈ എഴുതാൻ വരുന്ന ആൾക്കാരെ, വർത്തമാനം പറയാൻ വരുന്ന ആൾക്കാരെ, ക്ലയൻറ്റിനെ എല്ലാവരും ഇവർ ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം എന്നുള്ള പോലെയാണ് ഇവർ ഡീൽ ചെയ്യുന്നത്. ഇതിൽ കുറച്ച് പേരോട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇവരുടെ ഈ ഉയർന്ന സെൻസിറ്റിവിറ്റി മെത്തേഡ് വെച്ച് ലോകത്തുള്ള സകടനെ ഇങ്ങനെ സെൻസ് ചെയ്ത് പട്ടി മണക്കുന്നവരാണ്. ഇങ്ങനെ സെൻസ് ചെയ്ത് നടക്കുക. അതിൻ്റെ ആവശ്യമില്ല. സീരിയസ്ലി സ്പീക്കിംഗ്, ഇതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. പക്ഷേ ഇത് ചില ആൾക്കാരുടെ ഒരു ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷനാണ്. ഇവർ അവരെ മോഡിഫൈ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണിത്. അതായത് ഇതിനകത്ത് ഒരിടത്തെങ്കിലും അവർ സ്വയം തിരിച്ചറിയുകയാണ്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഇത്രയും സെൻസ് ചെയ്ത് ആൾക്കാരുടെ പുറകെ ഇത്രയും വറീഡ് ആയിരിക്കുന്നത്, ഞാൻ എന്തിനും ഇവരുടെ പുറകെ നടന്ന് ഇത്രയും ബേൺ ഔട്ട് ആകുന്നത് എന്ന് സ്വയം ചിന്തിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു വസ്തു, ഈ ഒരു സ്വഭാവം, ഈ ഹയർ സോഷ്യൽ സെൻസിറ്റിവിറ്റി എന്നുള്ള സംഭവം ആൾക്കാർക്കിടെ കൂടി വരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ആൾക്കാർ ഒത്തിരി മോട്ടിവേഷൻ വീഡിയോ കാണുന്നതാണോ അതോ ഒത്തിരി ഇമോഷണൽ ടൈപ്പിലുള്ള റീലുകൾക്കകത്തോടെ നിങ്ങളെ ഇമോഷണൽ ടീച്ച് ചെയ്ത് തരുന്ന റീലുകൾ ഒത്തിരി ഉണ്ട്. എന്താണ് നാർസിസം, എന്താണ് മറ്റത്, എന്താണ് മറിച്ചത്, ഇങ്ങനെ പഠിച്ച് നിങ്ങളീ പഠിച്ചത് മുഴുവൻ വേണേലും എല്ലായിടത്തും ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ഞാൻ ചോദിച്ചു പോകുന്നു. കാരണം ആ പറഞ്ഞ വസ്തുവാണ് നിങ്ങളെ ഈ സോഷ്യലി ഹയർ സെൻസിറ്റിവിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്കുള്ള ഗുണം ഇതൊരു സെൽഫ് പ്രൊട്ടക്ഷനാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതായത് മറ്റുള്ളവരിലെ അഭിനയവും കപടതയൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വയം ഒരു അകലം സൂക്ഷിക്കും. എനിക്കിട്ട് അങ്ങനെ ഉണ്ടാക്കണ്ട, എനിക്കിട്ട് പണിയാൻ പറ്റുന്നതിനെ ഞാൻ ജസ്റ്റ് ഒരു അകലത്തിൽ മാറ്റി നിർത്താൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇവരെ ഒരു മനുഷ്യനെയും ട്രസ്റ്റ് ചെയ്യത്തില്ല, ഒരു മനുഷ്യനെ അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളിതൊരു സേഫ്റ്റി നെറ്റ് പോലെ സൂക്ഷിക്കുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങൾക്കകത്തോട്ട് ഒരാളെ പോലും കടക്കാൻ നിങ്ങൾ അനുവദിക്കത്തില്ല. നിങ്ങൾ ഈ ബാക്കിയുള്ള ഒരു തുള്ളി, മനുഷ്യനല്ലേ, എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ എല്ലാവർക്കും ഉണ്ടാകും. ഒരു തുള്ളിക്ക് ആ ഓഫ് ട്രാക്കായിട്ട് പോകുന്ന ഒരാളെ കണ്ടാൽ നിങ്ങൾ ഉടനെ ആ ട്രാക്കിൽ നിന്ന് വെട്ടിക്കളയും. അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. പിന്നെ അവൻ്റെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അവനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യത്തില്ല. നല്ലൊരു കൂട്ടുണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ഈ ഒരു മോഡലിലുള്ള ഒരു ലൈഫ് പാറ്റേണിലോട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പറ, ഇങ്ങനൊരു പാറ്റേൺ ഉള്ള ആൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? അയാളുടെ ഉറക്കം എന്നാ ക്ലീനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾക്കൊരു ക്ലീൻനെസ്സും ഉറക്കത്തിൽ കിട്ടത്തില്ല. ക്ലീനായിട്ട് ഉറക്കം നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളതിനെ പ്രാർത്ഥനയെ ആശ്രയിച്ചാലും ധ്യാനത്തിന് പുറകെ പോയാലും തലയ്ക്ക് കൈ പിടിപ്പിച്ചാലും അല്ലെങ്കിൽ ഭജന കൂടാൻ പോയാലും ഒന്നിനും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ബിക്കോസ് യു ക്രിയേറ്റഡ് യുവർ സെൽഫ് എ മോഡിഫൈഡ് പാറ്റേൺ. അതാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇത്രയും മാത്രമാണ് ഈ ഹയർ സെൻസിറ്റിവിറ്റിക്കകത്തുണ്ടാകുന്ന മെയിൻ പ്രോബ്ലം. ചില ആൾക്കാരുണ്ട് ഉറക്കക്കുറവിനെക്കുറിച്ച് ഇങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇൻസോംനിയ ഡിസോർഡർ എന്ന് പറയും. നമ്മളിങ്ങനെ എനിക്ക് ഉറക്കമില്ല, അല്ലെങ്കിൽ എനിക്ക് ഉറക്കിയിട്ട് ശരിയാകുന്നില്ല, അപ്പോൾ എനിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഇതൊരു ഡിസോർഡറാണ്. അത് ദയവ് ഇത് മനസ്സിലാക്കുക. നിങ്ങൾക്കത് ബ്ലോഗ് കണ്ടാൽ മറ്റുള്ള രീതിക്ക് മാറ്റേണ്ട ഒരു വസ്തുവല്ല. നിങ്ങൾ പ്രോപ്പറായിട്ടൊരു കൺസൾട്ടൻറ്റിനെ കണ്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡാണത്. അതിന് മെഡിക്കേഷൻസ് ഉണ്ട്. അല്ലാതെ അതിനെ നെഗ്ലക്റ്റ് ചെയ്ത് കളയരുത്. വർഷങ്ങളോളം ഉറങ്ങാതിരിക്കുന്ന, മാസങ്ങളോളം ഉറക്കത്തെക്കുറിച്ച് ആശങ്കപ്പെടുകയും ഉറങ്ങാതിരിക്കുകയും ചെയ്തും നാളെ ഒരു ദിവസം രാവിലെ ഞാൻ സ്വിച്ച് ഇട്ട പോലെ ശരിയാവും നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ ശരിയാവില്ല. എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പെട്ടെന്ന് ഞാൻ എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് മാത്രമുള്ള ഒരു ഐഡിയ പറയുകയാണ്. ഇത് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത കാര്യമാണ്. അതായത് വർഷങ്ങളോളം എക്സസൈസ് ഒട്ടും ഇഷ്ടമില്ലായിരുന്ന മനുഷ്യനാണ് ഞാൻ. ദേഹം അനങ്ങുന്ന ഇഷ്ടമേ ഇല്ല. അങ്ങനത്തെ ഒരു പരിപാടിക്കൊന്നും പോകുന്നില്ല. ഞാൻ കുറേ യാത്ര ചെയ്യും, നന്നായിട്ട് ഫുഡ് കഴിക്കും, നന്നായിട്ട് ആൽക്കഹോളൊന്നും ഉപയോഗിക്കത്തില്ല. ആൽക്കഹോളോ അല്ല അങ്ങനത്തെ ലഹരി പദാർത്ഥങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല, പുക വലിക്കത്തില്ല, ഒന്നുമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എന്നെ കാണുന്ന വാവ് യു ആർ അമേസിങ് എന്നുള്ള മോഡലാണ് ഞാൻ എന്നെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ മെയിൻ പ്രശ്നം കിടന്നത് ഈ മീഡിയ എൻ്റെ മെയിൻ പ്രശ്നമായിരുന്നു. ഈ റീലുകൾ വരുന്നതിന് മുമ്പത്തെ കാലം യൂട്യൂബ് വീഡിയോകളും അങ്ങനത്തെ ടൈപ്പുള്ള സംഭവം. അപ്പോൾ എനിക്ക് എഡിറ്റിംഗ് ഇഷ്ടമാണ്. ഞാൻ മണിക്കൂറുകൾ ഇതിന് കുറേ ചിലവഴിക്കും. അപ്പോൾ അതല്ലാതെ എനിക്ക് നോർമൽ ജോലിയുണ്ട്, അതിനും കളയണം 10-12 മണിക്കൂർ. അതിനുശേഷം വന്ന ഈ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ജോലിയും ഇവിടുത്തെ നോർമൽ ലൈഫോട് ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല.
അന്ന് ആ ഒരു കാലത്ത് മൊത്തം. ശേഷം മുമ്പോട്ട് കാര്യങ്ങൾ കടന്നു പോന്നു കഴിഞ്ഞ് എല്ലാവരും അത്യാവശ്യം ജിമ്മിലും മറ്റുള്ള വർക്കൗട്ടിനൊക്കെ പോയി തുടങ്ങുന്ന കാലത്തും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേറെ ആരോഗ്യ പ്രശ്നമൊന്നുമില്ലല്ലോ, എൻ്റെ പ്രശ്നം എനിക്ക് യാതൊരു കുഴപ്പമില്ല. 10-35 വയസ്സിൽ എനിക്കൊരു പ്രശ്നങ്ങളുമില്ല. ഞാൻ തിരിച്ചറിയുന്നത് അതായത് നമുക്ക് ഒരു സ്വിച്ചിട്ട് ഒരു ദിവസം രാവിലെ എൻ്റെ രോഗങ്ങളെല്ലാം ആരംഭിക്കുകയാണ്. ഡയബറ്റീസ് ആരംഭിക്കുന്നു, ഹൈ BP ആരംഭിക്കുന്നു, കൊളസ്ട്രോൾ ആരംഭിക്കുന്നു. ഇതൊക്കെ ബോർഡർ ലൈനിൽ നിന്നിരുന്ന കുറച്ച് കാലമുണ്ട്. പക്ഷേ ഡയറ്റൊക്കെ വെച്ച് കൺട്രോൾ ചെയ്യാൻ ഞാൻ സ്വയം വിചാരിച്ചുകൊണ്ടിരുന്നു, വിദ്യാധാരണയായിരുന്നു. അത്തരം രോഗങ്ങൾ തുടങ്ങി കഴിയുമ്പം അതിനോട് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ചേഞ്ച് ആവും. അപ്പം നമുക്ക് വേണമെങ്കിലും ചെയ്യാൻ വയ്യാത്ത കുറേ എക്സസൈസുകളും ഡയറ്റ് കൺട്രോളും ഒക്കെ ഉണ്ട്. നമുക്ക് പറ്റത്തില്ല, നമ്മളെ കൊണ്ട് പറ്റുന്നില്ലാത്ത അവസ്ഥയിലോട്ട് പോയി. ഇതും ഇതിൻ്റെ ഭാഗമാണെന്ന് പറയുവാണ്. അപ്പം ആ ഒരു ഏജ് ചെന്നിട്ടാണ് എൻ്റെ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് എക്സസൈസ് ചെയ്യണം, എങ്ങനെ വേണം എക്സസൈസ് ചെയ്യാൻ. ഭരിക്കുന്ന മെഡിറ്റേഷൻ യോഗയെ മാത്രമല്ല, അതൊക്കെ ഞാൻ എൻ്റെ നുറുക്ക് വിദ്യകളായിരുന്നു. ഇതൊക്കെ വെച്ചാണ് ഞാൻ എന്നെ മാനേജ് ചെയ്ത് ഹെൽത്തിയായി സൂക്ഷിക്കുന്നത് സ്വയം ചിന്തിച്ചുകൊണ്ടിരുന്നൊരു കാലമുണ്ട്. അതൊന്നും അല്ല എന്ന് സ്വയം ഇപ്പോൾ 42 വയസ്സിനകത്ത് നിന്നുകൊണ്ട് ഞാൻ സ്വയം തിരിച്ചറിയുവാണ്. ഇതൊക്കെ വളരെ നേരത്തെ ചെയ്യേണ്ടിയിരുന്നു. ഒരു 30കൾ മുതലെങ്കിലും പ്രോപ്പറായിട്ട് ഒരു ജിമ്മിൽ പോവുകയും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയായിരുന്നെങ്കിൽ ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യാൻ പറ്റിയേനെ. ചെയ്തില്ല. ഇന്ന് ഇപ്പം ഞാൻ കണക്ക് കൂട്ടിയ അല്ലെ തെറ്റിപ്പോയ എൻ്റെ മാർഗ്ഗങ്ങളിൽ നിന്ന് ഞാൻ എടുക്കുന്ന കുറച്ച് റെമഡികളായി പറഞ്ഞു. ഒന്ന്, സ്ഥിരമായിട്ടുള്ള ഉറക്ക സമയം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ സ്ഥിരമായിട്ടുള്ള ഉറക്ക സമയം കീപ്പ് ചെയ്യുക. അത് നിങ്ങളെ ലോങ് റണ്ണിൽ വളരെയേറെ സഹായിക്കും. നിങ്ങളുടെ സ്കിന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെ സഹായിക്കുന്ന സാധനങ്ങൾ പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ഉറക്ക സമയം. കഴിവതും ആ പാറ്റേൺ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. 2, ബഫർ സോൺ. ഈ പറഞ്ഞ വസ്തു എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. അതായത് ഉറക്കത്തിന് മുമ്പ് നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കുന്നത്, ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ കാപ്പി കുടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ പാനീയങ്ങളൊന്നും കഴിക്കുകയൊന്നും ചെയ്യരുത്. പിന്നെ ഇതുപോലത്തെ മീഡിയ, അതായത് സിനിമയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന് അന്നേരം കിടന്ന് ഉറങ്ങുന്നത്, അല്ലെങ്കിൽ രാത്രി മൊത്തം TV കണ്ടിട്ട് അന്നേരം കിടന്ന് ഉറങ്ങുന്നത്, ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അടുത്ത വർഷമാണിത്. സംഭവം തന്നെ കഫീനോട് ബന്ധപ്പെട്ടുള്ള അങ്ങനത്തെ ടൈപ്പിലുള്ള കൂടുതൽ നമ്മളെ ആക്റ്റീവാക്കി നിർത്തുന്ന ഡ്രിങ്കുകൾ ഉപേക്ഷിക്കുക 1 മണിക്കൂർ മുമ്പെങ്കിലും. അതുപോലെ നമ്മുടെ ഒരു ബഫർ സോൺ ഉണ്ടാക്കുക. മീഡിയ അല്ലെങ്കിൽ റീലുകൾ അല്ലെങ്കിൽ ഫോണിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ ഒരു ബഫർ സോൺ ഉണ്ടാക്കി മെയിൻറ്റെയിൻ ചെയ്യുക. എങ്കിലേ ഉള്ളൂ നിങ്ങളെ കാം ഡൗൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് ഫോൺ എടുക്കേണ്ടെന്ന് വെച്ചാൽ മതി. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇവിടുത്തെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷിഫ്റ്റ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്താണ് നമ്മുടെ ലോകത്ത് വീട്ടിലോട്ട് വിളിക്കുക, നാട്ടിലോട്ട് വിളിക്കുക, ലോകത്തുള്ള എല്ലാവരെയും വിളിക്കുന്ന വിളി അന്നേരമാണ്. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ കോളുകൾ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വേറെ കോളുകൾ വെയിറ്റ് ചെയ്ത് കിടക്കുന്നത്. ഇവിടെയുള്ള ലോക്കൽ ആൾക്കാരെ വിളിക്കണം. ഇനി വീട്ടിലെ കാര്യങ്ങൾ വല്ല അടുക്കി പറക്കാനോ ചെയ്യാനോ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പരിപാടിക്ക് പോകുന്നത്. ശരി, നിങ്ങൾ ഈ പരിപാടിക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റിക്കകത്ത് നിൽക്കുന്നത്, നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ മൊബൈൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ മീഡിയ ഓഫ് ചെയ്തിട്ട് എത്ര ആക്ടിവിറ്റികൾ ചെയ്യുന്നുണ്ട്? എല്ലാവരും ചെവിക്കകത്തൊരു ഇയർഫോൺ കുത്തും, കാരണം വീട്ടിലാരും ഇല്ല. അപ്പോൾ ചെവിക്കകത്തൊരു ഒരു ഇയർഫോൺ കുത്തും, ഫുൾ ടൈം നമ്മൾ മീഡിയക്കകത്ത് നിൽക്കുന്നു. നമ്മളെ കാണുന്നു ഇല്ലെന്നുള്ളതല്ല, ആ മീഡിയ നമ്മളെ ഇങ്ങനെ നമ്മുടെ ചെവിക്ക് ചുറ്റും ബൂം ചെയ്യുന്നൊരു തേനീച്ചയായിട്ട് നമ്മുടെ കൂടുതൽ മീഡിയ നിൽക്കുന്നു. നമുക്ക് ബഫർ സോൺ എന്ന് പറഞ്ഞ വസ്തുവില്ല. ശേഷം നമ്മുടെ ഉറക്കം വന്ന് ടയേർഡ് ആകുമ്പോൾ ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങുന്നു. ദർ ഇസ് നോ ബഫർ സോൺ. നിങ്ങളെ ടയേർഡാക്കി പിഴിഞ്ഞിട്ടിട്ട് ഉണക്കാനിട്ട ഉള്ള അവസ്ഥയിലാണ് ബെഡേ കൊണ്ട് കിടത്തുന്നത്. നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. നിങ്ങൾ ഞെട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ക്യാമറ വെക്കുക, നിങ്ങൾ ഉറങ്ങുന്നതിനെ ഷൂട്ട് ചെയ്തുകൊണ്ട്, എന്നിട്ട് നിങ്ങളത് കാണുക, നിങ്ങളുടെ ഉറക്കം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇനി ഇത്തരം ഈ ടൈപ്പിലുള്ള ആൾക്കാരുടെ ഒരു കുഴപ്പമില്ല. ഈ ഹൈപ്പർ സെൻട്രൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഇവരുടെ ഒരു കുഴപ്പത്തിന് ഇവർക്കൊരു സോഷ്യൽ ഇവൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വലിയ ഒരു ലോങ് ഷിഫ്റ്റ് ആയിക്കോട്ടെ, ഇത് കഴിഞ്ഞ് ഇവരെ റീസെറ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണം. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നു, വീട്ടിലേക്ക് നേരെ എൻ്റർ ചെയ്യാതെ നമുക്ക് കുറേ സമയം വേണമെന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടി. അത് ഒരു പുസ്തകം വായിക്കുക ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചുമ്മാ കാറിനകത്ത് കുറച്ച് നേരം കിടക്കുക ആയിക്കോട്ടെ, 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ആയിരിക്കാം, അത് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് റീസെറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടും. ശേഷം അടുത്ത നമ്മുടെ നോർമൽ വീടിനകത്ത് ജീവിതത്തിലേക്ക് വരിക. ഇത് വർക്കിനകത്തും വാലിഡാണ്, ജീവിതത്തിലും വാലിഡാണ്, വീടിനകത്ത് തിരിച്ച് വരുമ്പോഴും. ഇതിന് രണ്ടിനും റീസെറ്റിംഗ് ടൈം ആവശ്യമുള്ള ആളാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങൾ സ്വയം തിരിച്ചറിയുക. അത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിന് ദിസ് ഈസ് ഹെൽപ്പിംഗ് മീ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ഫോളോ ദാറ്റ്. അധികം സമയമൊന്നും ആവശ്യമില്ലല്ലോ, കുറച്ച് നേരത്തിൻ്റെ ആവശ്യമില്ലേ ഉള്ളൂ. അത് ചെയ്ത് നോക്കുക. ഈ ഇമോഷണൽ ബേണൗട്ട് കുറയ്ക്കാൻ വേണ്ട ഐഡിയയാണ് ഇതെല്ലാം പറഞ്ഞത്. പിന്നെ ഇത്തരം ആൾക്കാരുടെ ഒരു പ്രശ്നം പറഞ്ഞാൽ ഇവർക്ക് വലിയ ഹൈഫൈ ആയിട്ട് 5, 10, 15 പേരുടെ ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ കൂട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് ഭയങ്കര പാടാണ്. അവർക്ക് വളരെ വേണ്ടപ്പെട്ട 3 4 കൂട്ടുകാരെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇവരെ സംബന്ധിച്ച് എല്ലാവരെയും വർത്താനം പറയുകയും മെസ്സേജ് അയക്കുകയും വിളിക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തുകൊണ്ട് നടത്തുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഫീൽ ചെയ്യുന്നത് അതൊരു വേസ്റ്റ് ഓഫ് എനർജി ആയിട്ടാണ്. നിങ്ങൾക്ക് തോന്നുവാണ് അതൊരു വേസ്റ്റ് ഓഫ് എനർജി ആണെന്ന് തോന്നുവാണെങ്കിൽ ദാറ്റ് ഈസ് യുവർ ലൈഫ്. ഇതാണ് നിങ്ങളെ സെറ്റ് ചെയ്യുന്ന വഴി. ചിലപ്പോൾ ഒരു പക്ഷേ അത് ശരിയായിരിക്കാം. നിങ്ങൾക്ക് വേസ്റ്റ് ഓഫ് എനർജി ആയിട്ട് സാധനങ്ങൾ ചെയ്യേണ്ടതേ. പിന്നെ ഈ ജോലി സ്ഥലത്തെ സമ്മർദ്ദങ്ങളും മറ്റുള്ള സാധനങ്ങളില്ല. ഇപ്പോഴത്തെ ഗൾഫ് റിട്ടേൺഡ് ആയിട്ടുള്ള നേഴ്സുമാർക്കിടയിൽ കണ്ടുവരുന്ന ഏറ്റവും കോമൺ ഒരു മെത്തേഡാണ് ഞാനിത് കണ്ടുവരുന്നത്. ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുന്നു. ഇവർക്ക് ഈ ഷിഫ്റ്റിനകത്തെ കാര്യം
അന്ന് അവിടെ ഇല്ലാതിരുന്ന ആരോട് ഇതെല്ലാം ഒന്ന് സംസാരിക്കുന്നവർക്ക് ഒരു സമാധാനമാണ്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു കൾച്ചറാണിത്. ഞാനിതുവരെ ഇങ്ങനൊരു സംഭവം ഇവിടെ കണ്ടിട്ടേ ഇല്ല. അത് ബ്രേക്ക് ചെയ്യുന്ന ലെവലിലോട്ട് പോയിട്ട് വീട്ടിൽ 24 മണിക്കൂറും വർക്കിനകത്തെ ചർച്ചയേ ഉള്ളൂ, 1. 2, അതും കഴിഞ്ഞ് വർക്കിനകത്ത് നിൽക്കുന്ന ആൾക്കാർ അവിടുത്തെ ഷിഫ്റ്റിൻ്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, അല്ലെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു. നമ്മൾ അനുഭവത്തോടെ കണ്ടു നിൽക്കുകയാണ്, ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. Again you are burning out. You are the one making more and more energy to cope with something which is not even related to you. ഇതൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ബേൺ ഔട്ട് കുറയ്ക്കാം, അത്രേ പറയുന്നുള്ളൂ. മറ്റുള്ളവരുടെ അപ്രിസിയേഷൻ, എൻ്റെ പുറത്തും തട്ടിക്ക് ഞാൻ മിടുക്കിയല്ലേ എന്ന് അല്ലെങ്കിൽ മിടുക്കരല്ലേ എന്ന് തോന്നുന്ന ഒരു സംഭവം, ഇതിനെ വിളിക്കുന്നത് ലോ സോഷ്യൽ ഡിപ്പെൻഡൻസിലാണ് വിളിക്കുന്നത്. അതായത് എനിക്ക് അംഗീകാരം കിട്ടണം, എന്നെ അംഗീകരിക്കാത്ത ആരും, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, എന്നെ ഒന്ന് അംഗീകരിക്കുക. ഈ അംഗീകാരത്തിന് വേണ്ടി ക്രേവ് ചെയ്ത് നടക്കുന്ന ഒരു ലെവലുണ്ട്. അതായത് ഇത്തരം ലോ സോഷ്യൽ ഡിപ്പെൻഡൻസിക്കകത്ത് നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് ശ്രദ്ധയ്ക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ആക്ടിവിറ്റിയും പ്ലാനുകളും എല്ലാം മാറ്റിവെച്ച് സ്വന്തം കഴിവ് വിശ്വാസമില്ല. മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നതാണ് നിങ്ങളുടെ കഴിവ്, നിങ്ങളങ്ങ് വിശ്വസിക്കും. അങ്ങനെയല്ലല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് അറിയത്തില്ലേ, പക്ഷേ ആ കഴിവിനെ നിങ്ങൾ അംഗീകരിക്കില്ല. നിങ്ങൾ അംഗീകരിക്കാത്ത കഴിവ് പിന്നെ നിങ്ങൾക്ക് വേറെ ആരും വന്ന് പറഞ്ഞു തരുമോ? ഇതാണ് സാധാരണഗതിയിൽ സ്വന്തം മൂല്യം നിശ്ചയിക്കാനായിട്ട് മറ്റുള്ളവരെ അനുവദിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് വേണ്ടത്ര പോയിന്റ് മാത്രമേ നിങ്ങൾക്ക് അനുവാദം തരത്തുള്ളൂ, അല്ലെങ്കിൽ അപ്രിസിയേഷൻ തരത്തുള്ളൂ. അവർക്ക് വേണ്ടാത്തൊരു പോയിന്റിന് മുകളിൽ നിങ്ങൾ ഷോ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ നിങ്ങളെ അംഗീകരിക്കില്ല. ആർക്ക് പോയി? നിങ്ങൾക്ക് പോയി. നിങ്ങളാണ് അവരുടെ പുറകെ ഡിപ്പെൻഡ് ആയിരിക്കുന്നത്, അവരല്ല നിങ്ങളുടെ പുറകെ ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. നിങ്ങളെ ഇല്ലാതാക്കുന്നൊരു മെത്തേഡാണിത്. വേറെ ഒന്നാണ് ട്രസ്റ്റ് ത്രഷോൾഡ് എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ ആരുടെ മുമ്പിൽ മനസ്സ് തുറക്കത്തില്ല, മനസ്സിലായി? ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ മനസ്സ് തുറക്കാതെ ഇങ്ങനെ കടിച്ചു പിടിച്ചെന്ന് എല്ലാവരും ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അവരങ്ങനെ ഉണ്ടോ, ഇവർ സത്യസന്ധരാണോ, ഇവർ ഞങ്ങളോട് അങ്ങനെ കാണിച്ചു, അവനെനിക്ക് കഴിഞ്ഞ ദിവസം പണിഞ്ഞു, അവനോട് എൻ്റെ കേസിട്ട് മറ്റടുത്ത് പറഞ്ഞു. ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നിങ്ങളെന്നാ അമേരിക്കൻ പ്രസിഡന്റ് ബോഡി ഗാർഡോ അതോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ? എന്തുകൊണ്ട് നിങ്ങൾ ആരും നിങ്ങളുടെ ബേസിക് നോർമലി അവിടുത്തെ ഒരു പ്രൊഫഷണൽ മാത്രമാണ്. നിങ്ങൾ അതിനനുസരിച്ചുള്ള എക്സ്പ്ലനേഷൻ അല്ലെ എക്സ്പെക്ടേഷൻ ചെയ്താൽ പോലെ പറഞ്ഞു മനസ്സിലാവും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇവിടുത്തെ ഒരു പുതിയ കൾച്ചറിനകത്ത് കണ്ടുവരുന്നൊരു മെത്തേഡാണിത്. ഇങ്ങനെ ബീങ് പ്രിപ്പയർഡ് ആയിട്ട് ഇതൊരവസ്ഥ. നിങ്ങൾ എപ്പോഴാണെന്ന് റിലാക്സ് ആകുന്നത്? വർക്കിനകത്ത് എത്ര റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണിത്? ചെയ്യത്തില്ല. വീട്ടിൽ വന്ന് എത്ര റിലാക്സ് ആയിട്ട് ജീവിക്കാൻ പറ്റും? ചെയ്യൂല. കാരണം ഇതെല്ലാം വലിച്ച് വീട്ടിൽ കൊണ്ടുവരിക. ഇതെല്ലാം നിങ്ങളുടെ ഉറക്കത്തെ ഇല്ലാതാക്കുന്നു. ഉറക്കത്തെ വളരെ കൂളായിട്ട് വളരെ സ്മൂത്തായിട്ട് ഉറങ്ങേണ്ടിയിരുന്ന, റിലാക്സിംഗ് ആയിട്ട് കിടന്ന് ഉറങ്ങേണ്ടിയിരുന്ന ഒരു വസ്തുവിനെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഒന്ന് ഓർപ്പിക്കുന്നേ ഉള്ളൂ. ഒരു സ്ലീപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. ഉറങ്ങുന്ന മുറി ഒരുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞു പിള്ളേരുള്ള ആൾക്കാർക്കൊന്നും അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലെങ്കിൽ കുറച്ച് പ്രായമായ പിള്ളേരുടെ ആൾക്കാർക്ക് ഇത് ചെയ്യാമല്ലോ, ഇല്ലേ? ഒരു മുറി കംഫർട്ടബിൾ ആക്കുകയും വേണ്ടത്ര ചൂടുള്ളതായിരിക്കുകയും വേട്ടം മറച്ച് വെക്കുകയൊക്കെ ചെയ്യുന്നത്, അത് സ്ലീപ്പ് ഹൈജീൻ തന്നെ വിളിക്കുന്നത്. പിന്നെ ചെയ്യേണ്ടത് ദയവിധി ഫോണൊന്ന് മാറ്റി വെക്കുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഫോൺ മാറ്റി വെക്കുക. ഫോൺ ഒരിക്കലും ചാർജ് ചെയ്യാൻ ബെഡിൻ്റെ സൈഡിൽ കുത്തിയിടരുത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ വീണ്ടും ഫോണിലേക്കുള്ള ഡിപ്പെൻഡൻസി കൂട്ടും. ഫോൺ എപ്പോഴും വേറൊരു മുറിയിൽ കൊണ്ട് ചാർജ് ചെയ്യാൻ കുത്തിയിടുക. പണ്ടത്തെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെ എഴുന്നേറ്റോട്ടത്? ഫോണിൻ്റെ അലാം വെച്ചാണോ? അല്ലല്ലോ. ഈ മറ്റേ റിങ് അടിക്കുന്ന സാറിന് നമ്മുടെ ടൈം പീസ് കൊടുത്ത് അലാം വെച്ചല്ലേ, അതൊരു കുഞ്ഞ് ടൈം പീസ് വാങ്ങിക്കും. ഇപ്പം ഞങ്ങളൊക്കെ വീട്ടിൽ ഇത് ചെയ്യുന്നുണ്ട്. കൊച്ചുങ്ങൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ ഒരു ടൈം പീസ് വാങ്ങിച്ചു, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ ഒരു ടൈം പീസ് വാങ്ങിച്ചു. കാരണം ഞങ്ങൾക്ക് മനസ്സിലായി ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഫുൾ ടൈം ഫോണിനകത്ത്. രാവിലെ വെയിൽ കൊള്ളുന്നത് പോസിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ്. ഇവിടെ എപ്പോഴും വെയിൽ അധികം കിട്ടുന്നതല്ല. ഇവിടുത്തെ ആൾക്കാരുടെ രീതി പറയാം, അതിരാവിലെ നമ്മൾ ഇപ്പോൾ ഈ വിൻ്റർ കാലത്തിൻ്റെ കാര്യം അത്രയും പോസിബിൾ അല്ല എങ്കിലും അതിരാവിലെയുള്ള വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. ഉച്ചക്കത്തെ വെയിലിന് ഇവിടെ UV റേസ് ഭയങ്കര ഹൈ ആണെന്ന് പറഞ്ഞത്. ഇവിടുത്തെ UV ഇൻഡെക്സ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉച്ചയ്ക്ക് പോയി ഇവിടെ വെയിൽ കായാൻ വേണ്ടി പോയി കിടക്കത്തില്ല. പക്ഷേ അതിരാവിലെയുള്ള ചെറിയ ഇളം വെയിൽ കൊള്ളുന്നത് തീർച്ചയായിട്ടും നല്ലതാണെന്ന് ഇവിടുത്തെ കൾച്ചറിനകത്തുള്ള ആൾക്കാർ പറയുന്ന രീതിയുണ്ട്. പിന്നെ പോസിബിളായിട്ടുള്ള ആൾക്കാർ യോഗ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് അറിയാമെങ്കിൽ മാത്രം. യൂട്യൂബ് വീഡിയോക്കകത്ത് കണ്ടും പണ്ട് മോഹൻലാൽ ചിക്കനെ ഉണ്ടാക്കിയ പോലത്തെ പരിപാടി ആകരുത്. അറിയാൻ പറ്റുന്ന പരിപാടിയുടെ പുറകെ ഒറ്റയ്ക്ക് ചെയ്യാൻ പോകരുത്. ഇനി നിങ്ങൾക്കിതൊന്നും അറിയത്തില്ലെങ്കിൽ ഒരു തൊട്ടടുത്തൊരു ജിമ്മിൽ ജോയിൻ ചെയ്യാം. ഞാൻ പറയത്തില്ല ഓടാനും നടക്കാനും. ഇവിടുത്തെ കൾച്ചറിനകത്ത് നിങ്ങൾക്ക് ഈ കൾച്ചറിനോട് അല്ല ഇവിടുത്തെ കാലാവസ്ഥയോട് പരിചയമില്ലാത്ത നിങ്ങൾ ഈ തണുപ്പത്തിറങ്ങി ഓടുകയും തണുപ്പത്തിറങ്ങി നടക്കുകയും ചെയ്യിച്ചും ഒരു അസുഖം ഉണ്ടാക്കി വെച്ചിട്ട് 3 ദിവസം നടന്നു. അതായത് ആകെ തുക നോക്കുകയാണെങ്കിൽ 3 ദിവസം നടന്നു, പിന്നെ 5 ദിവസം പനിച്ച് കിടന്നു. ഇതുകൊണ്ട് എന്ത് ഗുണമുണ്ട്? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒരു ജിമ്മിനകത്ത് ഒരു ഇൻഡോർ ട്രെയിനിങ് ആണത്. ഒരു ജിമ്മിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ട്രെയിനേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അവരോടൊന്ന് ഒരു ചെറിയ ക്ലാസ്സും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ അവൈലബിൾ ആണ് പഠിപ്പിച്ചു തരാൻ വേണ്ടി. അധികം വലിയ പൈസയൊന്നും ഭീകരമായിട്ടില്ല. ഇതെന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ട സമയം കഴിഞ്ഞു. പ്രത്യേകിച്ചും മലയാളി നമ്മൾ തിന്നുകൂടുന്ന കാർബോഹൈഡ്രേറ്റ്സ് അത്രയുണ്ട്.
അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ പറയാം, അത് അതുപോലെ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത്. ഒരു പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ഇതൊന്ന് സെർച്ച് ചെയ്യാനൊക്കെ കിട്ടും കേട്ടോ. അത് കുറേ പറയാനുള്ളതുകൊണ്ടാണ് ഇത് വിട്ടുകളയുന്നത്. ശരീരത്തിലെ ഓരോ ഭാഗത്തെയും മസിലിനെ സ്ട്രെച്ച് ചെയ്യുകയും നിൽക്കുകയും ചെയ്യുന്നൊരു മെത്തേഡുണ്ട്. അത് നമ്മൾ അനങ്ങാത്ത ജീവിതത്തിനകത്ത് ഒത്തിരി ഭാഗങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അനങ്ങുകയും ചെയ്യാത്ത നമ്മുടെ പുറത്തെ പേശികൾ അനങ്ങത്തില്ല, കാലിൻ്റെ പുറകുഭാഗം മുമ്പുഭാഗം അനങ്ങത്തില്ല, കാഫ് മസിൽസ് അനങ്ങില്ല. ഇതൊക്കെ അനക്കാൻ പറ്റും. ഇതിനുവേണ്ടി വേറെ വലിയ സ്ഥലങ്ങളിലൊന്നും പോകുന്നു വേണ്ട. നമ്മൾ നിൽക്കുന്ന കട്ടളപ്പടി നിന്നുകൊണ്ട് നമ്മളൊന്ന് പൊങ്ങിയാൽ മതി, അല്ലെങ്കിൽ മുകളിലത് കൈ പിടിച്ചിട്ട് ഒന്ന് പൊങ്ങാൻ ശ്രമിച്ചാൽ മതി. പൊങ്ങാൻ പറ്റത്തില്ല, പക്ഷേ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ മസിലുകൾ സ്ട്രെച്ച് ചെയ്തൊരവസ്ഥയുണ്ട്. അത് മസിൽ ടീറുകൾ ഉണ്ടാക്കുകയും നിങ്ങൾക്ക് ഉറക്കം തരികയും ചെയ്യും. കൂടുതൽ ഉറങ്ങാനുള്ള അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. കാരണം ബ്ലഡ് അങ്ങോട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം അവസ്ഥകൾ തരും. അതിനെ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ വിളിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി ഇതെല്ലാം ഗുരുതരമായ അവസ്ഥകൾ, നിങ്ങൾക്ക് എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ടും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, ക്ഷീണം മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബ്ലഡ് ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. ജിപിയോട് പോയി പറയുക എനിക്കിതിൻ്റെ പ്രശ്നമുണ്ട്, അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് അവർ പറയും എന്താണ് പ്രോബ്ലം എന്നുള്ളത്, എന്താണ് ഷോർട്ട്. സ്ലീപ്പ് അപ്നിയ പോലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണേണ്ടിയിരിക്കുന്ന ലെവലിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുമായിരിക്കും. നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലാതെ കുറച്ച് വീഡിയോ കണ്ടിട്ട് നമ്മൾ സ്വയം ഡയഗ്നോസ് ചെയ്യാൻ നിൽക്കാതിരിക്കുക. സിവിയർ ആണ് നിങ്ങളുടെ പ്രോബ്ലമെങ്കിൽ, എത്ര ഉറങ്ങിയിട്ട് ഉറക്കം മാറാത്ത അവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ മെത്തേഡുകളും നോക്കി, എക്സസൈസ് നോക്കി, ഡയറ്റ് നോക്കി, നോർമൽ നിങ്ങൾക്ക് അറിയാവുന്ന സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്ത് നോക്കി, എന്നിട്ടും മാറ്റമൊന്നും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ മേ ബി യു ആർ ഇൻ നീഡ് ഓഫ് എ പ്രോപ്പർ കൺസൾട്ടേഷൻ, എ പ്രൊഫഷണൽ കൺസൾട്ടേഷൻ. ഞാൻ ഇങ്ങനത്തെ സ്ലിപ്പ് ക്ലിനിക്ക് പോയ ആളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അത്തരം സാധനങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന സാധനങ്ങൾ നമുക്ക് പറഞ്ഞുതരാൻ പറ്റും, നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ഈ ഉറക്കത്തെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ, അങ്ങനത്തെ ഒരു പെരുമാറ്റ രീതികൾ എന്ന് പറഞ്ഞത്, അതായത് ഉറക്കത്തിൻ്റെ ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്. CBT എന്ന് പറയും, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഫോർ ഇൻസോംനിയ. അതൊരു വളരെ ജനപ്രീതി ആർജിച്ച് വരുന്ന ഒരു തെറാപ്പിയാണ് ഇപ്പം, പ്രത്യേകിച്ച് UK-ക്കകത്ത്. അപ്പോൾ അത്തരം തെറാപ്പികൾക്കത്തരം പങ്കെടുക്കാൻ മടി കാണിക്കാതിരിക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയേക്കാം ഈ വീഡിയോ. നിങ്ങൾ അനുഭവിക്കുന്ന ഇതിനകത്തെ പ്രശ്നങ്ങൾ നിങ്ങളിത് കമൻറ്റ് ചെയ്യണം, നല്ലതായിരിക്കും. നിങ്ങളതിനെ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്തു. ഇപ്പോൾ ചേട്ടന് പറയും ഞാൻ ഒരു ഗ്ലാസ് ചൂട് പാല് കുടിച്ചിട്ട് കിടന്നു തുടങ്ങുന്നത് എനിക്ക് ഹെൽപ്ഫുള്ളായിരുന്നു. എല്ലാവർക്കും വർക്കൗട്ട് ആയിട്ടില്ല, പക്ഷേ ചിലർക്ക് അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ അതും പറയാനൊരാൾ വേണ്ടി. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തരം സാധനങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നല്ലതായിരിക്കും. ദയവ് ചെയ്ത് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുന്നു, നല്ല ഉറക്കം എന്ന് പറയുന്നത് ഒരു ആഡംബരമല്ല. അത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ കൊടുക്കുന്ന ആരോഗ്യത്തിന് കൊടുക്കുന്ന ഒരു വിലയാണ്. ഉറങ്ങുന്നത് തെറ്റല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഉറക്കത്തിനെ ജസ്റ്റ് എംബ്രേസ് ഇറ്റ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഉറക്കം ആശംസിക്കുന്നു, നല്ല ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.